ഇതെന്താണിത്? വീണ്ടും വീണ്ടും ചിക്സാ. അതിനിപ്പോ എന്താണ്? ആശാൻ സുന്ദരനല്ലേ ചേച്ചി? എടാ ഇവള് മറ്റന്നാളിലെ വരാന്ന് പറഞ്ഞ. ഇനി ഇന്നാണ് മറ്റന്നാള്. ഇന്നൊന്നുമില്ല മറ്റന്നാൾ. എടാ അത് മറ്റന്നല്ലേ? മറ്റന്നേണ്. അത് മറ്റന്നേണ്. പേരെന്തായിരുന്നു അവളുടെ പേര്? ആശാൻ എന്താണ് ഈ ആലോചിക്കണം? അവളൊന്ന് വിളിച്ച് എണീപ്പിക്ക്. എടാ അവളുടെ പേരെന്തായിരുന്നു? ഇവളുടെ പേര് എനിക്കറിയായിരുന്നു. എടാ എന്താണ് ചാവച്ച് എന്താണ്ട് ഒരു പേരായിരുന്നു. എന്തെങ്കിലുമൊക്കെ വിളിച്ച് അവളൊന്ന് എണീപ്പിക്ക ആശാനെ. എടാ നമ്മൾ വിശ്വസിച്ചു ഒരു പെണ്ണിറങ്ങി വന്നിട്ട് അവളുടെ പേരറിയില്ലെന്ന് വെച്ചാൽ മോശമല്ലടോ. എന്റെ പൊന്ന് പാച്ച സ്ഥലമില്ലാത്ത സ്ഥലത്ത് ഓരോ സാധനം മേടിച്ചോണ്ടെന്ന് ഇതൊക്കെ ചുമന്നോടെടുക്കണേ എന്തൊരു കഷ്ടമാണ്. രാജസ്ഥാനിലെ രാജാവാ. രാര പാച്ച രണ്ടെണ്ണം അടിക്കണ്ട കോയമ്പത്തൂർ വന്നിട്ട് വാ. സൂചേട്ടാ, ചേട്ടൻ പറഞ്ഞിട്ടില്ല ഞാൻ നിർത്തിയത്. എന്നിട്ട് ഇപ്പൊ ചേട്ടൻ തന്നെ എന്നെ കൊണ്ട് അടുപ്പിക്കാൻ പോവാണോ? പാച്ച ഈ ജീവിതം എന്ന് പറയണതേ ചിലപ്പോഴൊക്കെ ആഘോഷിക്കാൻ കൂടിയുള്ള, ചിലപ്പോഴൊക്കെ ഇന്നാണ് നിന്റെ ചിലപ്പോഴൊക്കെ. ആങ്കട പാച്ച ഇനി അടിക്കണമല്ലോ. താങ്ക്സ് ചേട്ടാ. ചിലപ്പോഴൊക്കെട്ടാ. ലാസ്റ്റ് പെക്ക്. സൂചേട്ടാ ഒരെണ്ണം മേടിച്ചാലോ? ചിലപ്പോഴൊക്കെ. ഇതിപ്പോ എത്ര നേരം ആശാൻ ഈ കിടന്ന് ആലോചിക്കാൻ തുടങ്ങിയിട്ട്? പേരറിയാൻ പാടില്ലെന്നല്ലേ ഉള്ളു. അവളൊന്ന് തോണ്ടി വിളിച്ച് എണീപ്പിക്കാൻ പാടില്ല. ഒന്നും ശരിയാവില്ല. എന്താണ് ആശാനെ? കെട്ടാമണ പെണ്ണല്ല ആശാൻ. അങ്ങോട്ട് തട്ടി വിളി ആശാനെ. മനുഷ്യനെ ഞാൻ മോളെ ചക്കരയാ. അതിപ്പോ ഞങ്ങള് ജസ്നോ ഇപ്പൊ വന്നുള്ളൂ. കുട്ടി പറഞ്ഞോളൂ. ജാഫറാണല്ലോ. ജാഫറെ അണത്തിനിടങ്ങേറാണ്. ഞാൻ ഡീൽ ചെയ്തോളാം. എന്നെ കൈവിടില്ലല്ലോ അല്ലേ? ഒരിക്കലും കൈവിടില്ല. അത് മതി. പേര്? ഷിബ ബേബി. ബേബി? ബേബി അതാണ് എന്റെ ഡാഡി. റിയൽ ബേബി. ഡാഡി 2 minutes. വിട്ടേ മോളെ. ബാക്കിയുള്ളവർ വാ. പോരട്ടെ. കം ഓൺ. ജാഫറെ അവിടേക്ക്. ജാഫറെ എന്താണ് ഇത്? ജാഫറെ നീയും ഗുണ്ട ഞാനും ഗുണ്ട. ഒരു ഗുണ്ട വേറൊരു ഗുണ്ടയുടെ ലൗകിക ജീവിതം തകർക്കാൻ നോക്കരുത്. എന്റെ പൊന്നു ജാഫറെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയണത്. ഇവളൊക്കെ കെട്ടി നിന്റെ ജീവിതം വെറുതെ പെയിൻഫുൾ ആക്കണം. പറയാതെ പിന്നെ ഇവളെ കെട്ടിക്കഴിഞ്ഞ ഇവള് പഠിക്കാനാണ് കോളേജിലേക്കാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകും. അവസാനം വല്ല വയ്യന്മാരോട് ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതം വെറുതെ കോഞ്ഞാട്ടാവട്ടെ. എടാ അവളെ പഠിക്കാനൊന്നല്ല, പച്ചക്കറി വാങ്ങാൻ പോലും ഞാൻ അയക്കില്ല. എന്റെ രാജകുമാരി അവൾക്ക് വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങേണ്ടി വരില്ല. ഓക്കെ? പഴയതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നിന്നെ മൂക്കിടിച്ച് പിടിച്ച് താടി പിടിച്ച് കറക്കി ഞാൻ വലിച്ചെറിയോടാ. നീ ഡയലോഗ് എടുത്തിട്ട് ആക്ഷനിലേക്ക് വാടാ. ആക്ഷനിലേക്ക്. ഇത്രയൊക്കെ സ്നേഹം എനിക്ക് താങ്ങാൻ പറ്റില്ല കേട്ടോ. പോവാൻ ജാഫ്രിക്ക. പോട്ടെ ജാഫ്രെ. ഡാഡി ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ഡാഡിയുടെ മമ്മി.
വെറുതെ ചന്തയെ കൂടി ഗുണ്ടായിസം കാണിച്ചടന്ന് ആശാനെ പിടിച്ച് കൊരങ്ങാക്കി വിട്ടു. ഹലോ ആരാ അടിച്ചതിന്റെ ഷേപ്പ് മാറ്റിക്കളെ. പീറ്ററാ പീറ്റർ മനസ്സിലായടാ. എടാ വണ്ടി മൊത്തം പോയടാ. അവന്മാർ സ്ഥലം നല്ലിടി കിട്ടും. നമുക്ക് പോവാം. വണ്ടി എടു. ഹെൽമെറ്റ് താക്കോല്. ചേട്ടാ ഈ വഴി എന്നെ പോവാന്നോ? കുഴപ്പമില്ലടാ, അവിടെ നമുക്ക് കത്തിച്ചൂടാ. விலகிப்போ சும்மா பிரச்சனை பண்ணிட்டு இருக்கிறீங்க. സൂചേട്ട ഒരാളെ കൊന്നല്ലേ? സൂചേട്ട ചേട്ടാ സൂചേട്ടാ കുഞ്ഞായി വരള്ള തോർത്തപ്പോ നമുക്ക് വരണ്ടാർന്നടാ. എടാ സുജിത് കുമാറില്ലേ, അയാൾ വണ്ടി വെച്ചിട്ട് ഞാൻ കൊടുത്തില്ലടാ. അയാൾ പ്രാഗീതാണ്, ഉറപ്പാണ് അയാൾ പ്രാഗീതാണ്. ചേട്ടാ അച്ഛൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. അയാൾ പ്രാഗൂടാ, അയാൾ പ്രാഗിപ്രാഗിയാണ് ഞാൻ ഇരിക്കുന്നത്. ചേട്ടാ എടാ അമ്മ ചോറിനെ തന്നിട്ട് അച്ചാറില്ലടാ, അത് നമ്മൾ ടച്ചിങ്സ് ആയിട്ട് കഴിച്ചില്ലടാ, അതിന്റെ ശാപോടാ അമ്മ. ചേട്ടാ എടാ അവര് വരൂടാ, അവര് വരും. മായനദില് മാത്രം പിടിച്ചോണ്ട് പോയിട്ട് എന്നെ കാട്ടിക്കൊണ്ട് വെടിവെച്ച് കൊല്ലൂടാ. മായാനദിയാ? ചേട്ടാ സൂചേട്ടാ ഇത് പിടിച്ചേ, പിടിച്ചേ. ചേട്ടാ കരയല്ലേ? സൂചേട്ടാ കരയല്ലേ? ഞാൻ കറിയൂലടാ, ഞാൻ കറിയൂല. ആര് കറിയണ്? സുഖം പണ്ടേ തീരുമാനിച്ച കറിയുന്നത്. ചേട്ടാ എഴുന്നേറ്റെ, സൂചേട്ടാ എഴുന്നേറ്റെ. താക്കോലും കടി, ഞാൻ വണ്ടി എടുക്കാം, നമുക്ക് പോവാം. ബാ ബാ. വേണ്ട ഞാൻ എടുത്തോളാം വണ്ടി. ബാ. ചേട്ടാ കരയല്ലേ? ஆசை புன்னகை மூஞ்சையில்
അന്നവർക്ക് അറിഞ്ഞൂടല്ല. സൂചേട്ടാ ഈ നമ്മളെന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് ശീലിക്കണ്ട. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് അല്ലേ? എനിക്കറിയാം, സുഖമല്ലെങ്കിലും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണോ ഞാൻ. ചേട്ടാ ഈ ടൂറിന് പോകാൻ വിളിക്കുന്ന പോലെയാണോ ജയിലിൽ പോകാൻ വിളിക്കുന്നേ? അയ്യോ, ഞാൻ ജയിലിൽ പോകുമ്പോ ഇല്ല, സൂചേട്ടനാണെന്ന് അവന്മാരങ്ങനെ കണ്ടുപിടിക്കും. ആ വണ്ടി നമ്പർ എത്രയാടാ? ഫോൺ നമ്പർ പറഞ്ഞ 95672. എന്താടാ ഇത് രാജസ്ഥാനിലെ രാജാവ് സാറേ. വിഗ്രഹത്തോലാണോടാ? ഏയ് സാർ, ഇത് പ്ലാസ്റ്റർ പാരിസ് വെച്ച് ഉണ്ടാക്കണാണ് സാർ. അമ്മ സത്യം, ഇവനൊറ്റക്ക് ഓടിച്ചാണ് സാറേ. ലൈസൻസ് കൊണ്ടുവാ. ലൈസൻസ് എടുത്ത ബാഗിൽ അയ്യോ എടാ, ലൈസൻസ് ലോഡ് ചെയ്ത് മേടിച്ചില്ലടാ. അയ്യോ, എന്ത് ചെയ്യും? എന്താടാ വിളിക്കുന്നു ചെല്ല്. സാറേ, ഈ ലൈസൻസ് ഇല്ലാത്തതിന് പിഴ എത്രേ? ബാക്കി എന്റെ പൈസ ഇല്ല, വേണമെങ്കിൽ ചായ അടിച്ചു തരാം. ഇവിടെ ഗൂഗിൾ പേ ചായ കുടിക്കാൻ നല്ല ചൂട് ചായ, ചന്ദ്രന്റെ നല്ല ചൂട് കടികൾ. എനിക്ക് ഈ പ്രശ്നം വയ്യ. ഞാൻ പറഞ്ഞ കമ്മീഷൻ ഓഫീസിൽ പോയിട്ട് കീഴടങ്ങാൻ പോവാണ് ഞാൻ. പോലീസ് സൂചേട്ടാ നമുക്ക് ലോഡ്ജിൽ വിളിച്ചിട്ട് അവിടെ പോലീസ്. സൂചേട്ടാ നമുക്ക് ആ ലോഡ്ജിൽ വിളിച്ചിട്ട് അവിടെ പറയണോന്ന്. സുഖച്ചേട്ടാ അവിടെ പോലീസ് വന്നിട്ടുണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. ചേട്ടാ, 2 ബൂസ്റ്റ് 2 എടുത്തോ. അവിടെ പോലീസ് വന്നിട്ടുണ്ടല്ലേ പ്രശ്നമുള്ളൂ. അതെ, വേണ്ട കേട്ടോ. അവിടെ പോലീസ് വന്നിട്ടുണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. നമുക്ക് സൂചേട്ടന്റെ ഫോണിൽ നിന്ന് ലോഡ്ജിലോട്ടൊന്ന് വിളിച്ചു നോക്കാം. എടുക്കണം, ബൂസ്റ്റ് മേടിച്ചില്ലേ പിന്നെന്താ? സൂചേട്ടാ ഹലോ ഹലോ மேரி லோட் தானே? ஆமா, மரிலாஜ் தான். சொல்லுங்க. ഞാൻ ലിംഗസ്വാമി பேசுறேன். சின்னலிங்கமா பெரியலிங்கமா? ഒരു ആവറേജ് ரூம் இருக்கா? ரூமா? இங்க போலீஸ் பிரச்சனை ஓடிட்டு இருக்குது. அப்புறமா ஃபோன் பண்ணுங்க. ഇത് പിടിച്ചേ. സൂചേട്ടാ സിമ്മൂരി കാട്ടിക്കളഞ്ഞിട്ട് ഫോൺ എടുത്ത് തോട്ടിലിറങ്ങി. അവിടെ മൊത്തം പോലീസാ. കഷ്ടകാലം എല്ലാരും തരാണ്. എന്തൊരു നെറ്റ് കൂടെ ഉണ്ട്, എന്തൊരു നെറ്റ് ഉറപ്പായിട്ടും. വണ്ടി കയറി. ഇത് നമ്മുടെ നിൽക്കും തോന്നില്ല. വാ നമുക്കൊരു സ്ഥലം വരെ പോവാം. എനിക്കൊരു കൊച്ചച്ഛനുണ്ട്, തങ്കു. ഓ, നിനക്ക് ഈ സമയത്ത് തന്നെ അമ്മായിയുടെ കൊച്ചച്ഛൻ്റെ അടുത്ത് വിരുന്നിനോണോ അല്ലേ? ഞാൻ ജയിലിൽ പോയിക്കോട്ടെ. സൂചേട്ടാ ഇത് അങ്ങനല്ല, ബിൽഡപ്പ് ഉണ്ട്. തങ്കു കൊച്ചച്ഛൻ. ഞാൻ കുറച്ച് നാൾ അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു. ഒരു എക്സ് ഗുണ്ടയാണ്, പക്ഷെ ഇപ്പോ ലീഗൽ കൺസൾട്ടന്റ് ആണ്, നിയമോപദേശകൻ. ലൂപ്പ് ഹോൾസ് കിട്ടാൻ വേണ്ടി സുപ്രീം കോർട്ട് വക്കീൽ വരെ പുള്ളിയെടുത്ത് വരാറുണ്ട്. നമ്മുടെ സുഖിച്ചേട്ടൻ്റെ പ്രശ്നത്തിന് പുള്ളി കറക്റ്റാണ്. ഗുണ്ട ആക്ടിപ്പെടുത്തി നാട് കടത്തിയതാ. പക്ഷെ പുള്ളി കായലിലൊരു ബോട്ടിലാണ് താമസം. കരയിൽ വന്നാലല്ലേ അറസ്റ്റ് ചെയ്യാൻ വകുപ്പുള്ളൂ. തങ്കു കൊച്ചച്ഛൻ. എന്നാലും പട്ടീസ് കൊണ്ട് ഒരാളെ തട്ടുക എന്നൊക്കെ പറഞ്ഞ ഭയങ്കരം. തങ്കു കൊച്ചച്ഛൻ, കേസിന്റെ കാര്യം പറ. കേസിന്റെ കാര്യം 1 മാസം കൊണ്ട് നിന്നെ പോലീസ് പൊക്കും. ഇവനെന്റെ പിൻഗാമിയാവണ്ടോനാ. കറക്റ്റ് സമയത്ത് അച്ഛനവനെ മാറ്റിക്കളഞ്ഞു. കുഴപ്പമില്ല, നല്ല സ്ഥലത്താണ് എത്തിയേക്കുന്നത്. ഇട്ടത് ക്യൂ നോട്ടാണോ കെ നോട്ടാണോ? ക്യൂ ആണോ കെ ആണോ ഇട്ടത്? ക്യൂ ആണ്. തങ്കു കൊച്ചച്ഛൻ, കേസിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കും. എടാ, ഇപ്പൊ പഴയതുപോലെ അല്ല. പോലീസ് ഭയങ്കര സ്ട്രോങ്ങാ. അവരിത് എപ്പോ പൊക്കിന്ന് ചോദിച്ചാൽ മതി. മാത്രമല്ല നിന്റെ ലൈസൻസ് ബുക്ക് അവിടെ കൊണ്ടുവച്ചിരിക്കല്ലേ? സോറി കേട്ടോ,
ക്ലീൻ ആയിട്ട് ചെയ്യണ്ടാ. പിന്നെന്തിനാ ഈ ഒരു മാസം? എടാ ഈ തട്ടിപ്പോയ പോലെ അഡ്രസ് ഇല്ലാത്തവനാണെങ്കിൽ ഇത് ട്രാഫിക് പോലീസിന്റെ ടേബിളിൽ കിടന്ന് കറങ്ങും. അതിനാ ടൈം. ആ അവിടെ നിന്ന് അത് ക്രൈം സെല്ലിലെത്തിയ 5 ദിവസം പോലീസുകാർ നിന്റെ വീടിന്റെ ഉമ്മറത്ത് വന്ന് നിൽക്കും. രക്ഷപ്പെടാൻ ഒരു വഴിയില്ലേട്ടാ. ലൈസൻസ് എടുത്താല നീ അങ്ങോട്ട് ചെന്ന് പിടി കൊടുത്തില്ലേ 1 മാസം സമയം കിട്ടും. അതിപ്പോ അല്ലാതെ വേറെ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല. അണ്ണാ ടൈമായി. ആ പട്ടി തെണ്ടി കള്ളയവരാതി തറനാറി നായിന്റെ മക്കളെ നല്ല നമസ്കാരം. അപ്പൊ ഫ്രണ്ട്സ്, എന്നെ നാട് ഘടകടത്തിന്ന് വീപ്പിളക്കി നടക്കുന്ന പോലീസുകാരെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള മറ്റൊരു എപ്പിസോഡുമായി തങ്കു വീണ്ടും എത്തിയിരിക്കുകയാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാ, നിങ്ങളുടെ പോലീസ് സ്റ്റേഷന്റെ തൊട്ട് പുറകിൽ. ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് പിടികളാ പന്നീന്റെ കുഞ്ഞുങ്ങളെ. ഇതുപോലുള്ള ഗംഭീര വീഡിയോകൾക്കായി ഈ ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമുക്കാൻ മറക്കല്ലേ. പോലീസ് പിടിക്കാതിരിക്കാനാണ് മാർഗമില്ലാത്തുള്ളൂ. ശിക്ഷയിൽ അളവ് വരുത്താൻ ഒരു മാർഗമുണ്ട്. സൂപ്പർ ക്ലീഷയാ. ഭ്രാന്ത് അഭിനയിക്കാൻ വല്ലതുമാണോ? അബ്സല്യൂട്ട്ലി കറക്റ്റ്. വലിയ ആളെ സൂചിച്ചാ ചേട്ടാ ജസ്റ്റ് ഒന്ന് ബോട്ട് അടിപ്പിക്കാവോ? ഇറങ്ങാനായിരുന്നു, നീന്തൽ അറിഞ്ഞൂടാ. ഈ ലോകത്തിൽ ഏത് അഡ്വക്കേറ്റ് എടുത്ത് പോയാലും നീ രക്ഷപ്പെടില്ല. ഇതെന്റെ കോൺഫിഡൻസ് അല്ല, എക്സ്പീരിയൻസാ. ഞാൻ പറഞ്ഞു IPC section 84 an act of a person of unsound mind. Nothing is an offensive which is done by a person who at the time of doing it by reason of unsoundness of mind He's capable of knowing by the nature of it. or that he is doing is either wrong or contradictory to law. Okay. ഞാൻ പണ്ടേ കൺവിൻസ് അല്ലേ സൂചിച്ചാ. തങ്കു കൊച്ചാ, ഇതപ്പോ എവിടുന്ന് കിട്ടും? എടാ എനിക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ട്, നിങ്ങൾ അവിടെ പോയാൽ മതി. പിന്നെ നീ കൊന്നിട്ട് വന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഇല്ല. ഭ്രാന്ത് ഉണ്ടായിട്ട് മാറിയവർക്ക് ഗവൺമെന്റിന്റെ ഒരു വായ്പാ പദ്ധതി ഉണ്ട്, സാമൂഹ്യ നീതി വകുപ്പിന്റെ. അത് കിട്ടാനാന്ന് പറഞ്ഞേച്ചാ മതി. അയാൾ പറഞ്ഞിട്ട് ഒക്കെ കേട്ടോ അവിടെ നിന്നേക്കണം. പറഞ്ഞില്ലെന്നോട്ടാ. വിദ്യുത് മാനസികാരോഗ്യ കേന്ദ്രം പ്രകൃതിയോടിണങ്ങി മനസ്സിനെ കുതിർത്ത് ചികിത്സിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു മാനസികാരോഗ്യ കേന്ദ്രം. യോഗാചാര്യൻ വിദ്യുത് മോഹൻ തന്റെ തന്നെ ഓർമ്മയ്ക്കായി തുടങ്ങിയ ഈ ക്ലിനിക്കിന്റെ വളർച്ചയിൽ നിങ്ങളും ഭാഗമാകൂ. ബി മെന്റൽ ബട്ട് നെവർ ബി ജഡ്ജ്മെന്റൽ. എടാ പുള്ളി തരുമോ? തങ്കു കൊച്ചൻ പറഞ്ഞില്ലേ, അപ്പൊ എന്തായാലും കിട്ടും. വേറൊന്നുമല്ല, എന്റെ സമയം നല്ല സമയമുള്ള. ശരിയാ സാർ, ഈ സാമൂഹ്യ നീതി വകുപ്പിന്റെ ഒരു ലോൺ കിട്ടാൻ വേണ്ടിയാ ചേട്ടന് സർട്ടിഫിക്കറ്റ് ഞാൻ തരാം. താങ്ക് യു സാർ, താങ്ക് യു. ഡോക്ടറെ, സുഖുവിന്റെ ജീവിതം ഡോക്ടറോട് ഒന്നും കിടപ്പില്ലേ? മരണം വരെ. ഇനി മരിച്ചാലും അപ്പോ 10 ദിവസം ചികിത്സയിൽ കഴിയേണ്ടി വരും. അയ്യോ, എനിക്കതിന് അസുഖമൊന്നുമില്ല. അസുഖമില്ലെങ്കിൽ പിന്നെ എന്തിനാ സർട്ടിഫിക്കറ്റ്? സൂചേട്ടാ, എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചേക്ക്. വീട്ടിൽ പോയിട്ട് അവരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കോളാം. നീ ചുമപ്പെടുത്തി ഈ പകരത്തിനാരെങ്കിലും നമുക്ക് നിർത്താൻ പറ്റുമോ? ഇല്ല, സൂചേട്ട നിൽക്കും. രണ്ടുപേരും ഒന്ന് മാറുന്നേ. യൂണിഫോം തരാട്ടോ. അപ്പൊ സൂചേട്ടാ, ഞാനൊരു നെയ്ക്കിന് കോയമ്പത്തൂർ ലൈസൻസ് കിട്ടുമെന്ന് നോക്കട്ടെ. എന്റെ പൊന്നു പാച്ച ദൈവത്തോർത്ത് ഈ പോലീസിനെ വിളിച്ചിട്ട് വരല്ലേട്ട നീ. പോലീസൊന്നുമില്ല, അത് ഞാൻ നോക്കിക്കോളാം. ഞാനൊന്ന് ബുള്ളറ്റ് എടുത്തിട്ട് പോവല്ലേ? എന്തിനാടാ ബസ്സിനോ? ബസ്സിനോട്ടോ. ശരി, പോ. ചത്തല് കൊടുക്കരുത്. ചേട്ടാ, എനിക്ക് അതിന് പ്രശ്നമൊന്നുമില്ല. അവന്റെ നിങ്ങളുടെ പണം ഒരുപാട് പണിയുണ്ട്. ഹലോ, എന്ത് ചെയ്യാ? ഞാൻ വീട്ടിൽ നിന്ന് കടയിൽ പോവാ. ഞാൻ കുളിക്കാൻ പോവാണേ. ഒരു കുളിയുണ്ട്. അതെ, പൊട്ടിച്ച പൂച്ചട്ടിയുടെ കാശ് തന്നിട്ട് പോയാൽ മതി. 2 ചട്ടി പൊട്ടിച്ചിട്ടുണ്ട്. കാശം തരാ, ഞാനൊരെ പൊട്ടിച്ചോളൂ. മറ്റേ വേറൊരു ഒരാളെ പൊട്ടിച്ചത്. ഹൈ ബ്രോ. ബ്രോയാ നിന്റെ പൊള്ളിക്കോട്ടായിട്ട് കളിക്കാൻ വൈറ്റോടെ കൈ പൊട്ടിക്കും. ഞാൻ
പാന്റ് യൂണിഫോം കിട്ടും. നീ അവിടെ പോയിരിക്കും മര്യാദ. ഹലോ, അനീഷേട്ട എവിടെയാ? ഞാൻ കടയിലാ. ഇല്ല മോളെ, ഒരു 3-4 പേരുടെ ഉള്ളൂ. എന്താ ഇട്ടേക്കുന്നെ? ഞാൻ ഷട്ടർ ഇട്ടു. പിന്നെ തരട്ടാ.